മഴയുണ്ടോ? കുറെ പേർ നാട്ടില് ചെറിയ രീതിയിൽ മഴയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും ഉണ്ട്. ഓക്കെ. അപ്പൊ പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇടിയൊക്കെ ഉണ്ടെങ്കിൽ ഫോണിൽ ദയവേത് ഇരിക്കരുത്, ശ്രദ്ധിക്കണം. അല്ല, നമ്മൾ ഉണ്ടെങ്കിലല്ല ബിസിനസ് ഉള്ളൂ അല്ലേ? ബിസിനസ് മാത്രം ഉണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഒരു 30-40 മിനിറ്റ്സ് ഞാൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറ്റുന്ന രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇതൊന്ന് ശ്രദ്ധിക്കുക. വളരെ നല്ല രീതിയിൽ അനസ് ബ്രോ ഇൻവൈറ്റ് ചെയ്തു. ഒരുപാട് താങ്ക്സ് അനസ്. കാരണം ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ അത് തന്നെ. ഞാൻ ദുബായിൽ ഇരിക്കുന്നു, അനസ് നാട്ടിലാണ്. നമുക്ക് ഏത് രാജ്യത്ത് ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിയുന്ന സമയത്ത്, എന്റെ പ്രസന്റേഷൻ കഴിയുന്ന സമയത്ത് ഇതിന്റെ ക്ലോസിംഗ് സെഷനും ഉണ്ടാവും. ഒരു പവർഫുൾ വ്യക്തിയാണ് നിങ്ങളുടെ ഇതിന്റെ ക്ലോസിംഗ് സെഷനും കൈകാര്യം ചെയ്യുന്നത്. നമ്മളൊരു സദ്യ ഉണ്ട് കഴിഞ്ഞപ്പം പായസം കുടിക്കാതെ പോകരുതെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ ഫുള്ള് ഏകദേശം 45-50 മിനിറ്റ്സ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരാൾ പോലും ഇത് ലീവ് ചെയ്യരുത്. ഫുൾ അറ്റൻഡ് ചെയ്ത് ഇതിന്റെ കൺക്ലൂഷനും ക്ലോസിംഗ് സെഷനും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പോവുക, ലീവ് ചെയ്യുക. അതോടൊപ്പം പുതുതായിട്ട് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന, ഇത് ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതാണ്. കാരണം തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് നിന്നോളൂ. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിട്ട് ഏകദേശം 6 മന്ത്സ് മുമ്പ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തതാണ്. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. ജോലിയോടൊപ്പം തന്നെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ യുവർ കമ്മിറ്റ്മെന്റ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റി അല്ല, ഏതൊരു സാഹചര്യം, ഏത് മേഖലയിലും നമുക്കൊരു ശക്തമായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പുതിയ ആൾക്കാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയാൻ വേണം. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നമ്മളെ എംപവർ ചെയ്യാനും നമ്മളെ പുതിയ മേഖലകൾ പരിചയപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഞാൻ എന്ന വ്യക്തി ഇതിനകത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഒരു വേദിയിൽ നിന്ന് ഇത്രയെങ്കിലും നല്ല രീതിയിലെങ്കിലും ഒരു പ്രസന്റേഷൻ എടുക്കുവാനും ഒരു ലൈഫിൽ ഒരുപാട് നോളജ് ഇതിനകത്ത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്ത അനസ് ബ്രോ ഒക്കെ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അവരൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു സാധാരണ വ്യക്തിക്കും ഈസി ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ട് അവരെ വലിയ സക്സസിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ. പല രാജ്യങ്ങളിലായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ വലിയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വലിയ ശക്തമായ രീതിയിൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ഫുട്ബോൾ കളിക്കുന്നവർക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഒരു കളിയുടെ ഇടയ്ക്ക് കാണാം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുന്നത് അല്ലേ? നമ്മൾ ഫുട്ബോൾ കളിക്കുന്നവർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ജീവിതത്തിൽ നമുക്ക് പകരക്കാരൻ ആരാണ്? നമ്മൾ ഒരു വീട്ടിലെ ഒരു ബ്രെഡ് വിന്നർ ഉണ്ടാവാം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിനേക്കാൾ ഒരു എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യുക അല്ലെ? നമ്മൾക്ക് ഇപ്പം കിട്ടുന്ന ഇൻകം കൊണ്ട് മതിയാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തത് കൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ഓപ്പർച്യൂണിറ്റി തേടി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്ക് പകരം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മളൊരു ഫാമിലിയിലെ ഒരു ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചറി, അദ്ദേഹത്തിന്റെ ഇൻകത്തിന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് സംഭവിക്കുവാണെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇല്ല പലപ്പോഴും. അങ്ങനെയുള്ള ഒരു ഏതൊരു മേഖല, ഏതൊരു പ്രശ്നത്തിലും നമുക്കൊരു ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേൾഡില് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം ഏത് ഓപ്പർച്യൂണിറ്റിയാണ്, എന്താണ് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് അല്ലെ? നമ്മൾ ഏത് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുക, ഏത് കാര്യത്തിലേക്കാണ് മൂവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ദ നെക്സ്റ്റ് ബിഗ് തിങ് ഈസ് കമ്മിങ്? നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പോയിട്ട് കാര്യമില്ല. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും മുമ്പോട്ട് പോകേണ്ടത് ആവശ്യകതയാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ പലരും കേട്ടിരിക്കുന്നതായിരിക്കും, Web3 എന്ന് പറയുന്ന ടെക്നോളജി, ഇന്റർനെറ്റിന്റെ നെക്സ്റ്റ് വേർഷനിലേക്ക് നമ്മൾ വേൾഡ് മുഴുവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അതിന്റെ പാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. Web1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഇന്റർനെറ്റ് വേർഷൻ. സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്ന Web2 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആണ്. സെയിം ലൈക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ Web2 വേർഷനിലാണ്. അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള ഇന്റർനെറ്റിന്റെ വേർഷനെയാണ് നമ്മൾ Web2 വേർഷൻ എന്ന് പറയുന്നത്. ഇന്ന് പല മേഖലയിലും Web3 വേർഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് ബ്ലോക്ക് ചെയിൻ, മെറ്റാവേഴ്സ്,
അത് ഡീസെൻട്രലൈസ്ഡ് ആയി മാറുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി അതിനകത്ത് പല കാര്യങ്ങളും ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് Web3 ടെക്നോളജിയിലേക്ക് നമ്മൾ വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊരു വലിയ ചേഞ്ചസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ലോകത്തെമ്പാടും എല്ലാ മേഖലയിലും വരാൻ പോകുന്ന ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് Web3 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മെറ്റാവേഴ്സ് ആൻഡ് NFT. മെറ്റാവേഴ്സ് എന്താണെന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. മെറ്റാവേഴ്സ് നമ്മൾ റെഗുലർ ആയിട്ട് കേൾക്കുന്ന പുതിയൊരു വാക്കായിരിക്കും. എല്ലാ മേഖലയിലും നോക്കുമ്പോൾ ഒരു മെറ്റാവേഴ്സ് വരുന്നു അല്ലെ. അപ്പൊ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപിളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ്മെന്റ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഇത് മൂന്നും കൂടെ കൂടിച്ചേർന്ന ഒരു മേഖലയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുക. ഫിസിക്കലി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ ഇപ്പം വിശ്വസിക്കാൻ സാധിക്കില്ല. കോവിഡിന് മുമ്പ് നമുക്ക് സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് സ്കൂളിലെ അല്ലെങ്കിൽ ഏത് ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, എന്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ഇന്ന് ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ സൂമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പവർ, അതിന്റെ ഒരു ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി തന്നെ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട്, നേരിട്ട് കണ്ടുകൊണ്ട്, ഫീൽ ചെയ്തുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യുന്നു. അതിനെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി. ശരിക്കും പല സ്റ്റഡീസും പറയുന്നത് ഒരു 3-4 വർഷം കൊണ്ട് ലോകത്തിലെ സ്കൂളുകൾ ഇല്ലാണ്ടായി മാറപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയ്ക്കും രീതിയിലേക്ക് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. NFT ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇന്ന് സിനിമയൊക്കെ NFT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. നമുക്ക് ഡിജിറ്റലി അസറ്റ്സ് വാങ്ങിക്കാനും വിൽക്കാനും അത് കീപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് NFT എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡിജിറ്റലി ആവുമ്പോൾ അത് NFT ടോക്കൺസ് ആക്കിയിട്ട്, നോൺ ഫഞ്ചബിൾ ടോക്കൺസ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും വിൽക്കുവാനും ഒക്കെ പറ്റും. അപ്പൊ അതിന്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലൊക്കെ പല ഫിലിം സ്റ്റാർസും ഒക്കെ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ NFT-കളിലൊക്കെയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? നമ്മൾ ഇതും ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുടെ ഡാറ്റ സേവ് ചെയ്യുന്നത് ഒരു സിംഗിൾ സെർവറിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ ആയിരിക്കും അത് സേവ് ചെയ്ത് വെച്ചിരിക്കുക. പലപ്പോഴും അതിനെ ഹാക്ക് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. കാരണം അതൊരു സിംഗിൾ സെർവറിനെ അല്ലെങ്കിൽ 1-2 സെർവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നഷ്ടപ്പെടാനും അതിനകത്ത് ഒരുപാട് തിരുത്തൽ വരാനുള്ള ചാൻസസ് വളരെയേറെ വലുതാണ്. എന്നാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണെങ്കിൽ ഈ ഡാറ്റാസ് തന്നെ പല പല ബ്ലോക്കുകളായിട്ട് നമുക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ബ്ലോക്കുകളായിട്ട് ഇത് സേവ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഇതിനകത്തൊരു മാനിപ്പുലേഷനോ ഒരു തരം തിരുത്തലുകളോ ഒന്നും വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പോകുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ 100% ട്രാൻസ്പെറന്റ്, 100% സെക്യൂരിറ്റി നമുക്ക് ഡിജിറ്റൽ വേൾഡിൽ ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സ്മാർട്ട് കോൺട്രാക്ട്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിരിക്കും അല്ലെ. നമ്മുടെ ഒക്കെ പ്രോപ്പർട്ടിയുടെ ഡിജിറ്റൽ സർവേ. ഇന്ന് നമ്മളൊരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യണമെങ്കിലോ ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കലി അവിടെ മൂവ് ചെയ്തുകൊണ്ട് ആ ഡോക്യുമെന്റേഷനിൽ നമ്മൾ ആധാരം എഴുതുന്ന ഓഫീസിൽ പോകണം, രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണം. അവിടെ വന്ന് എല്ലാം രണ്ടുപേരും ഫിസിക്കലി മൂവ് ചെയ്ത് കാര്യം സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ആവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു സെല്ലറിനെ ബയറിനെ കണക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ആമസോൺ എന്ന് പറയുന്ന കമ്പനി ഇല്ലെങ്കിൽ, അവിടെ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് ആരും ഇല്ലെങ്കിൽ, നമുക്ക് ഓട്ടോമാറ്റിക്കൽ ബയ്യറിനെ സെല്ലറിനെ കണക്ട് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഡിജിറ്റൽ കോൺട്രാക്ടിനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അവിടെ സെൽഫായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും ഇൻ ലൈൻസ് ഓഫ് കോഡ്. അവിടെ ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും. ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ സ്മാർട്ട് കോൺട്രാക്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ ഒരു ഇന്റർമീഡിയറ്റിന്റെ ആവശ്യകത ഇല്ല. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഹൈദരാബാദൊക്കെ ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ഇനി വിത്തിൻ 1 ഇയർ നമ്മളിത് ഫെമിലിയർ ആകാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ പ്രോപ്പർട്ടി ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് വഴി, ഡിജിറ്റൽ വഴി നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് മാറും. എന്താണ് ഡീസെൻട്രലൈസ്ഡ്? ഒരു സിംഗിൾ എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുന്ന
അല്ലെങ്കിൽ അവർ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് സെൻട്രലൈസ്ഡ്. നമുക്ക് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഒരുപാട് അറിയാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഒരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. അവിടെ ഒരു സിംഗിൾ എൻറ്റിറ്റി അയാളായിരിക്കും ഡിസിഷൻ മേക്കിംഗ്, അല്ലെ? അദ്ദേഹമായിരിക്കും ഡിസിഷൻ മേക്കിംഗ്. അവർക്ക് നമ്മളെ എപ്പം വേണമെങ്കിലും പറഞ്ഞു വിടാം, അവരെപ്പോഴും വേണമെങ്കിലും നമ്മുടെ സാലറി കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും അവർക്ക് ഡിസിഷൻ എടുക്കാം. ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് അവിടെ ഡിസിഷൻ മേക്കർ. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഓഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ, ആ കമ്മ്യൂണിറ്റിയാണ് സെൽഫ് ഡ്രൈവിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആയിരിക്കും ഡിസിഷൻ മേക്കിംഗ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ പ്രൊജക്ടിനെ, ഈ സിസ്റ്റത്തെ റൺ ചെയ്യുന്നത് അവരായിരിക്കും. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ വൺസ് ഇറ്റ്സ് ക്രിയേറ്റഡ്, അത് ലൈഫ് ലോങ് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിനകത്ത് ഒരാൾക്കും ഒരു മാറ്റങ്ങളോ ഒരു ചേഞ്ചസോ പിന്നീട് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രൊജക്റ്റിലേക്ക് അട്രാക്ട് ചെയ്തതും ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഗ്രോ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. എപ്പം വേണമെങ്കിലും നമ്മുടെ ഗ്രോത്തിന് ഒരു തടസ്സം അവിടെ ഇടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അത് സാധിക്കില്ല എന്നുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ക്രിപ്റ്റോ നമ്മൾക്ക് അറിയുന്ന വാക്കുകളാണ്, ഇന്ന് നമ്മൾ കേട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ബാർട്ടർ സമ്പ്രദായം മുതൽ നമ്മൾ ഗോൾഡ്, അല്ലെ, ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, അതിനുശേഷം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറിലാണ്. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ കോവിഡിന് മുമ്പ് വരെ നമ്മുടെ ഫാമിലീസിൽ, ഒരു പുറത്തൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഈസി ആയിരിക്കും. നമ്മുടെ ഫാമിലീസിലുള്ള നമ്മുടെ പാരന്റ്സിനോട് ഒരുപക്ഷെ ഒരു മണി ട്രാൻസ്ഫർ ചെയ്യാൻ, ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ള ഒരു കാര്യം, ഓൺലൈനിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുമോ, അല്ലെ? പേടിയാണ് ആൾക്കാർക്ക് പലർക്കും. കാരണം എന്താ, അവർക്ക് കേട്ടിരിക്കുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ ഇതെന്തോ ഒരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. എന്റെ മദർ ഇപ്പോഴും ATM ഉപയോഗിച്ചിട്ട് പൈസ എടുക്കില്ല. മദർ ബാങ്കിൽ പോയിട്ടേ പൈസ എടുക്കുള്ളൂ ഇപ്പോഴും. അതിൽ കൺവിൻസ്ഡ് ആണ്. അവർക്ക് അതിനകത്ത് മാത്രമേ വിശ്വാസമുള്ളൂ. ആ കാലത്ത് അതിനകത്ത് ATM കാർഡ് ഇട്ടിട്ട് പൈസ വന്നില്ലെങ്കിലോ, അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയോ, ഇങ്ങനെയൊക്കെയുള്ള പേടികൾ ആൾക്കാർക്ക് പലർക്കും ഉണ്ട്. എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ ട്രാൻസ്ഫറിനെ പേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് നാട്ടിൽ പോകുന്ന സമയത്ത്, എനിക്ക് UAE ആയതുകൊണ്ട് എനിക്ക് ഗൂഗിൾ പേ ഇല്ല. നമ്മളൊരു മീൻ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി മേടിക്കുകയാണെങ്കിൽ, ഒരു ചെറിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പോലും അവർ ആദ്യം ചോദിക്കുന്നത് ഗൂഗിൾ പേ ഉണ്ടെന്നാണ്. ഇന്ന് എല്ലാവരും നമ്മൾ ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറിലേക്ക് മാറിയിരിക്കുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. നമുക്കറിയാം ഡിജിറ്റൽ കറൻസിയാണ്. ഇന്ന് കേരളത്തിൽ ഡിജിറ്റൽ കറൻസി വന്നു കഴിഞ്ഞു, ഇന്ത്യയിൽ മൊത്തം ഡിജിറ്റൽ കറൻസി കഴിഞ്ഞു കഴിഞ്ഞു. ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാൻ പറ്റുന്ന പല സ്ഥാപനങ്ങളും, ഹോട്ടൽസും റിസോർട്ട്സും ഷോപ്പിംഗ് മാളുകളൊക്കെ ഇന്ത്യയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ സാധ്യത, നമ്മൾ ഒരുപക്ഷെ കേൾക്കുമ്പോൾ അതൊക്കെ വരുമോ, ഡിജിറ്റലി പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യും, ഇത് വന്നിരിക്കും. ലോകത്ത് 10 വർഷത്തിന് മുകളിലായിട്ട് ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി ഒരു വരാൻ പോകുന്ന ഗ്രോത്ത് എന്ന് പറയുന്ന വേൾഡിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തുടക്കം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതി 21-ാം തീയതി വേൾഡിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്പോ ദുബായിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് നടന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സാധ്യത, അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്കൊരു വലിയ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ സാധ്യതകളും ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ഗ്രോത്തും ഉണ്ടാക്കാൻ പോകുന്ന, ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ ആ പ്രൊജക്ടിന്റെ പേരാണ് മെറ്റാഫോഴ്സ്. ഈ ടെക്നോളജി ഒക്കെ ഗ്രോ ചെയ്യുമ്പോഴും ഇതിന്റെ എല്ലാ വശങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റാഫോഴ്സ് ഡെവലപ്പർ, ഇതിന് ഓണർ ഉണ്ടാവില്ല, കമ്പനി ഉണ്ടാവില്ല, ഇതിനൊരു ഡെവലപ്പർ ഉണ്ട്. ഈ ഡെവലപ്പറുടെ പേര് മിസ്റ്റർ ലാഡോ എന്നാണ്. അദ്ദേഹം ഒരു മൈക്രോസോഫ്റ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം സ്വന്തമായിട്ട് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രൊജക്ട്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി. നേരത്തെ ഡ്രോണിൽ ഉണ്ടായിരുന്ന പ്രൊജക്ടുകളൊക്കെ, എതേറിയത്തിൽ ഉണ്ടായിരുന്ന പ്രൊജക്ടുകളൊക്കെ അത് സ്റ്റിൽ റണ്ണിംഗ് ആണ്. ഇപ്പോഴും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെറ്റാഫോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 2022-ലാണ്. ഇന്ന് 80+ കൺട്രീസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിലിരുന്നുകൊണ്ട് ഏകദേശം 80 രാജ്യങ്ങളിലോട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇന്റർനെറ്റ് ഉള്ള ഏത് രാജ്യത്തും നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇന്ന് 2+ മില്യൺ മെമ്പേഴ്സ് ലോകമെമ്പാടും ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് വർക്ക് ചെയ്യുന്നു. 2+ മില്യൺസ് ഓഫ് മെമ്പേഴ്സ്
ഈ മെറ്റാഫോഴ്സ് പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അതിന്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാനൊക്കെ ലക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. മെറ്റാവേഴ്സ് പ്രൊജക്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് UAE-ലാണ്. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് UAE-ലാണ്. അപ്പൊ ലോകമെമ്പാടും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്? ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ളതാണ്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യപ്പെടില്ല. ആരും ഇതിനകത്ത് ഒരു തിരുത്തൽ ഇനി കൊണ്ടുവരികയില്ല. ഇനി ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഈ 100% ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നതിന്റെ ബെനിഫിറ്റ്. അൺലിമിറ്റഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ, ഇതിന് ഒരു ലിമിറ്റും ഇല്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്കും 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തവരെക്കാളും കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആർക്ക് വേണമെങ്കിൽ എത്ര ഇൻകം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. അൺലിമിറ്റഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ ആണ്, അൺലിമിറ്റഡ് ആണ്. അവിടെ ആർക്കും ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം നമുക്ക് എത്ര ഇൻകം കിട്ടും നമ്മൾ എങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. റിസ്ക് ഫ്രീ ആണ്. പലപ്പോഴും നമ്മൾ റിസ്ക് ഫ്രീ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അത് ശരിക്കും റിസ്ക് ഫ്രീ ആണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇത് 100% റിസ്ക് ഫ്രീ ആണ്. എങ്ങനെയാണ് റിസ്ക് ഫ്രീ ആവുന്നത്? ഇതിനകത്ത് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ആണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക്, ഒരു വാലറ്റിൽ നിന്ന് വേറൊരു വാലറ്റിലേക്കാണ് അത് ട്രാൻസാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സെക്യൂരിറ്റി റീസൺ എന്ന് പറയുന്നത്. ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു റെഫറൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് നമ്മളൊരു ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ ദ സെക്കൻഡിൽ നമ്മുടെ വാലറ്റിലേക്ക് ഈ ഇൻകം വരും എന്നുള്ളതാണ്. ഓൺ ദ സെക്കൻഡിലാണ്. അതാണ് ഇതിനകത്ത് ഓരോരുത്തരും എക്സൈറ്റഡ് ആക്കുന്നത്. ഓൺ ദ സെക്കൻഡിൽ. അത് ഞാൻ എടുത്തു പറയാ, കാരണം നമുക്ക് വേറൊരു ബിസിനസ്സിൽ ഇതുപോലെ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യില്ല, ഇതുപോലെ ഇൻകത്തിന് സെക്യൂരിറ്റി ഇല്ല. 100% ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് പല മേഖലയിലും വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പറയാം, ഞാൻ ഇതിനകത്ത് എനിക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി, അല്ലെങ്കിൽ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ഇത്രയും ഇൻകം കിട്ടി, അല്ലെങ്കിൽ എന്റെ കൂടെ ഇത്രയും ആളുകൾ വർക്ക് ചെയ്തുകൊണ്ട് ഇത്രയും വരുമാനം ഇതിനകത്ത് ഉണ്ടാക്കി. ഇതിനകത്ത് ഒന്നും നമുക്ക് നുണ പറയാൻ പറ്റത്തില്ല. ഇത് 100% ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ ഈ ബ്ലോക്ക് ചെയിന്റെ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും, ഈ ലോകത്തുള്ള ഏത് വ്യക്തിക്കും ഈ ഇതിനകത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഇൻകം ഇത്ര കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം 100% ഓരോ ട്രാൻസാക്ഷൻസും ഇതിനകത്ത് 100% ട്രാൻസ്പെറന്റ് ആണ്. നോ വിത്ഡ്രോവൽ റിക്വസ്റ്റ്. മറ്റു പല മേഖലയിലും വർക്ക് ചെയ്തൊക്കെ അറിയാം, നമ്മുടെ വാലറ്റിനകത്ത് ഒരു വിത്ഡ്രോവൽ റിക്വസ്റ്റും കൊടുക്കണ്ട. ഇതിനകത്ത് സാധാരണ നമ്മൾ വിത്ഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കണം അല്ലെ? നമ്മുടെ വാലറ്റിനകത്ത് പൈസ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്രൂവലിൽ തേർഡ് പാർട്ടി അപ്രൂവൽ ആൻഡ് വിത്ഡ്രോവൽ റിക്വസ്റ്റ് അപ്രൂവ് ആവാൻ ചിലപ്പോൾ ലേറ്റ് ആവാം, ചിലപ്പോൾ ഒരാഴ്ച കഴിയാം, 2 ആഴ്ച കഴിയാം. ഇവിടെ ഒരു അപ്രൂവലും അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം. വൺസ് നമ്മുടെ വാലറ്റിലേക്ക് ഇൻകം വന്ന ആ സെക്കൻഡിൽ ലോകത്ത് എവിടെ ജീവിക്കുന്ന ഒരു വ്യക്തികൾക്കും വിതിൻ സെക്കൻഡ് അത് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. UAE-ലാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് ഫ്രീ ആണ്, ഇൻകത്തിന് ടാക്സ് ഇല്ലാത്തതുകൊണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ 10% ടാക്സ് കൊടുക്കണം ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇതിനകത്ത് കിട്ടുന്ന ഏർണിങ്സ്. ഇപ്പൊ ഇത്ര രീതിയാണ്. വിത്തിൻ സെക്കൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ മറ്റൊരു സെക്യൂരിറ്റി. വിത്തിൻ സെക്കൻഡ് ആണ്. ഈ സെക്കൻഡ് ഞാൻ എടുത്തു പറയുന്നതുകൊണ്ട് അത്രയും സെക്യൂരിറ്റി, അത്രയും ഫാസ്റ്റ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ വാലറ്റ് ആണ്. 100% സെക്യൂരിറ്റി, 100% ട്രാൻസ്പെറന്റ്, 100% ഫാസ്റ്റ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്. ഇതിനകത്ത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. Web3 പ്രൊജക്റ്റിലാണ് ഇത് കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. Web3 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റിന്റെ നെക്സ്റ്റ് വേർഷൻ ആണ്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് Web3 എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിലേക്ക് ആ ഒരു ഇന്റർനെറ്റ് വേർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മെറ്റാവേഴ്സ് ആൻഡ് NFT മാർക്കറ്റ് പ്ലേസ്, നോൺ ഫഞ്ചബിൾ ടോക്കൺസിന്റെ മാർക്കറ്റ് പ്ലേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ട്രയൽ വേർഷൻ ഓൾറെഡി കഴിഞ്ഞു. മെറ്റാവേഴ്സിന്റെ പ്രൊജക്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു എൻട്രി കിട്ടുക അല്ലെ? ഇതൊക്കെ ഓക്കെ. നമ്മൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എൻട്രി ഈസി ആയിട്ട് കിട്ടുക?
ഇതിനകത്ത് വരുന്ന ഇതിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഇതിനകത്തേക്ക് എൻട്രി വരാൻ പറ്റും. സിമ്പിൾ ആണ്. ടാക്ടൈൽ ഗെയിം AF. ഇത് തുടങ്ങിയ അന്ന് മുതൽ ഒരു മാറ്റം ഇതിനകത്തില്ല, ഒരു എമൗണ്ട് കൂടിയിട്ടില്ല, ഒരു ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. 5 മുതൽ 10,240 ഡോളർ വരെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കോൺട്രാക്ട് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഒന്നാമത്തെ സ്ലോട്ടിലെ ഡബിൾ ആയിരിക്കും രണ്ടാമത്തെ സ്ലോട്ടിന്റെ ഡബിൾ ആയിരിക്കും മൂന്നാമത്തത്. ഇങ്ങനെയുള്ള 12 ലെവൽ ഓഫ് കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഇതിനകത്ത് ഏത് ലെവൽ ഓഫ് കോൺട്രാക്ട് എടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. സ്ലോട്ടുകൾ കൂടുന്നോറും ഇൻകവും കൂടും, നമുക്കതിനകത്ത് ഗ്രോത്തും ഫാസ്റ്റ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ. ഇപ്പൊ എത്ര മാക്സിമം നമ്മുടെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള മാക്സിമം ലെവൽ ഓഫ് കോൺട്രാക്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിനകത്ത് S6 S3 എന്ന് പറയുന്ന 2 സ്ലോട്ടുകളുണ്ട്. S6 എന്ന് പറയുന്ന 8 സ്ലോട്ടുകൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് 6 സ്ലോട്ടുകളാണ്. റൈറ്റ് സൈഡിലുള്ള S3 എന്ന് പറയുന്ന സ്ലോട്ടുകളിൽ 4 നമ്പേഴ്സ് ഓഫ് സ്ലോട്ട് ആണത്. അതിനകത്ത് 3 ഡോട്ട്സ് ആണുള്ളത്. ഇത് മാത്രമേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ തരുന്നത് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇത് ആദ്യം എനിക്ക് കേട്ടപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലായില്ല. എങ്ങനെയാണ് നമുക്ക് ആ ഇൻകം വരുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ലെവൽ ഓഫ് ചേഞ്ചസ് ലെവൽ ചേഞ്ച് ചെയ്യുന്നത്, അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 6 സ്ലോട്ടും S3 എന്ന് പറയുന്ന 3 സ്ലോട്ട് ഡോട്ട്സ് ഉള്ള 2 ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ള കോളംസ് നമുക്ക് കാണാൻ സാധിക്കും. S6 എന്ന് പറയുന്നതിന്റെ ബെനിഫിറ്റ്, S6 എന്ന് പറയുന്ന 6 ഡോട്ടുകളുള്ള നമുക്ക് സ്ലോട്ടുകളിൽ നമുക്ക് എങ്ങനെയാണ് ഇൻകം വരുന്നത്, അതിന്റെ ബ്യൂട്ടി നിങ്ങൾ നോക്കൂ. നമുക്ക് വേറെ ഒരു ബിസിനസ്സിൽ നിന്നും ഇല്ലാത്ത ബ്യൂട്ടിയെ നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നത്. ഒന്ന്, നമുക്ക് നമ്മുടെ അപ്ലൈനിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടും. നമ്മളെ കൊണ്ടുവന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ റെഫർ ചെയ്ത വ്യക്തിയുടെ ടീമിൽ നിന്നുള്ള മറ്റുള്ള ടീമിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. സെൽഫായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഡൗൺ ലൈനിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ക്രോസ് ലൈനിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ ടീമിൽ നിന്ന് മാത്രമല്ല, നമ്മളുടെ അപ്ലൈൻ ആയിട്ടുള്ള വ്യക്തി, നമ്മളെ കൊണ്ടുവന്ന വ്യക്തിയുടെ മറ്റുള്ള ടീമുകളിൽ നിന്നുള്ള ബെനിഫിറ്റും നമുക്ക് കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സ്പിൽ ഓവർ ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻകം എനിക്ക് ഈ 6 മന്ത്സിനുള്ളിൽ 2 പ്രാവശ്യം 57,000 റുപ്പീസിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയ കാര്യം ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എങ്ങനെയാണ് ഇൻകം വരുന്നത്? S6-ലാണെങ്കിൽ 2 ഇൻകം അപ്ലൈനിലേക്കും 3 ഇൻകം ഡയറക്റ്റും 6ാമത്തെ സ്ലോട്ടിലുള്ള ഇൻകം, 6ാമത്തെ ഇൻകം എന്ന് പറയുന്നത് 6ാമത്തെ ഡോട്ടിലെ ഇൻകം എന്ന് പറയുന്നത് റീസൈക്കിൾ ആയിട്ടാണ് പോവുക. അത് നമുക്ക് കിട്ടത്തില്ല, മുകളിലോട്ടാണ് പോവുക. ഇനി S3 ആണെങ്കിലോ അതിനകത്ത് നമ്മൾ സെൽഫ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും, ഡൗൺ ലൈനിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അതിനകത്ത് 2 ഡയറക്റ്റ് ഇൻകം, 1 റീസൈക്കിൾ ആയിട്ട് നമുക്ക് മുകളിലോട്ട് പോകും. അതിനകത്ത് നമുക്ക് ഇൻകം കിട്ടത്തില്ല. എങ്ങനെയാണ് ഇത് ഓട്ടോ അപ്ഗ്രേഡ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു 7th ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 8th ലെവലിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ 6th സ്ലോട്ടിൽ നിന്ന് 8ാമത്തെ സ്ലോട്ടിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചറിയാം, 6ാമത്തെ 4ാമത്തെ 5ാമത്തെ ഇൻകം ഹോൾഡ് ചെയ്തുകൊണ്ട്, ഫ്രീസ് ചെയ്തുകൊണ്ട്, ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് 4ാമത്തെ 5ാമത്തെ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ഒരു റീഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അത് അപ്ഗ്രേഡ് ചെയ്യാണ്. ഇപ്പൊ 7th ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത ആള് 8ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. അതേപോലെ 3 ഡോട്ടിലാണെങ്കിൽ 3 ഡോട്ടുള്ള സ്ലോട്ടിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ, ഇപ്പൊ 9ാമത്തെ സ്ലോട്ടിലാണ് 10ലേക്ക് പോകണമെങ്കിൽ നമ്മൾ 2 ഇൻകത്തിന്റെ എമൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി 10ാമത്തെ ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് 3ാമത്തേത് എന്ന് പറയുന്നത് റീസൈക്കിളിലായിരിക്കും, അത് മുകളിലോട്ടായിരിക്കും പോകുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചർ ഇതിനകത്ത് അപ്ഗ്രേഡ് എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത് ശ്രദ്ധിച്ചറിയാം. 2 വൈറ്റ് ഡോട്ട് 5 എന്നുള്ള സ്ലോട്ടിൽ നിന്ന് 2 വൈറ്റ് സ്പോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 2 വൈറ്റ് സ്പോട്ടിൽ ഫ്രീസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് 6ാമത്തെ സ്ലോട്ടിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ ഓർഗനൈസേഷൻ എംപവർ ഇന്റർനാഷണൽ ആൾക്കാരിലേക്ക് നല്ല ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനും, നല്ല ഒരു ബിസിനസ്സിൽ ഒരു കരിയർ ക്രിയേറ്റ് ചെയ്യാനും, നല്ല അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ലെവൽ 7 ആൻഡ് എബോവ് ആണ്. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ മിനിമം ഒരു 7th ലെവലിന് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ലെവലും ലെവൽ 7ന് മുകളിലാണ്. കാരണം അതിന്റെ ബെനിഫിറ്റ് വേറെയാണ്. ചെറിയ ലെവലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രോത്തും വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും പുതുതായിട്ട് ഇതിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരിക്കലും നിങ്ങൾ ലെവൽ 7ൽ താഴെ സ്റ്റാർട്ട് ചെയ്യരുത്. അതിന് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് വേറെ ലെവലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. യൂണിറ്റിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇക്കോസിസ്റ്റം ആണ്. ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തൂടെ ക്രിപ്റ്റോ കറൻസീസ് മൈനിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ്. നമ്മൾ ഫോഴ്സ് കോയിൻ എന്ന് പറയുന്ന കോയിന്റെ ഹാൾവിംഗ് മെത്തേഡ് ഇപ്പൊ മൈനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് സ്റ്റാർട്ട് ചെയ്തത് $0.25 വെച്ചിട്ട് ഇന്ന് എത്തി നിൽക്കുന്നത് $2.77 ആണ്. ഇതിന്റെ മൈനിങ് പ്രോസസ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പുതിയ ആൾക്കാർക്ക് വരുന്നവർക്ക് മൈനിങ് പ്രോസസ്സിൽ ഇതിന്റെ മൾട്ടി മൈനിങ് പ്രോസസ്സിൽ 58.5 crore കോയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ മൈനിങ് പ്രോസസ്സ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ളത് ബേൺ ഔട്ട് ആയി പോയി. ഇപ്പൊ എത്തി നിൽക്കുന്ന വില എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് $2.77 ആണ്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇതിനകത്ത് കോയിൻ ഹോൾഡ് ചെയ്യുന്നവരാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ഒരു 90% ആൾക്കാരും കോയിൻ ഹോൾഡ് ചെയ്ത് അതിൽ എക്സൈറ്റഡ് ആയിട്ട് ഇതിന്റെ ഗ്രോത്ത്, ഇതിന്റെ വാല്യൂസ് കൂടുന്നതും നോക്കി ഇരിക്കുകയാണ്. കാരണം അവരൊക്കെ എക്സൈറ്റഡ് ആയിരിക്കും. കാരണം അത്രയും ചേഞ്ചസ് 0.25 നിന്ന് ഇന്ന് 2.7ലേക്ക് കോയിന്റെ വാല്യൂ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴുള്ളവർക്ക് എങ്ങനെ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് റിവാർഡായിട്ട് യൂണിറ്റിവേഴ്സിൽ നമുക്ക് കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ടീമിലേക്ക് വരുന്ന നമ്മൾ റെഫറലിൽ വരുന്ന ഫസ്റ്റ് ലെയർ ഓഫ് പീപ്പിളിൽ നിന്ന് നമുക്ക് 25% കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ലെയർ ഓഫ് പീപ്പിളിൽ നിന്ന് നമുക്ക് 22% കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും. തേർഡ് ലെയർ ഓഫ് ആൾക്കാരിൽ നിന്ന് നമുക്ക് 19% നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഫോർത്ത് ലെയറിൽ നിന്ന് 19% ആൻഡ് ഫിഫ്ത്ത് ലെവലിൽ നിന്ന് 15%. ഇങ്ങനെയും നിങ്ങൾക്ക് ടയർ ആക്ടിവേഷനിലൂടെ കോയിൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് $2.77 കോയിൻ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ആസ് പെർ ദ കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള സെല്ലിങ്ങും നമുക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം, അതേപോലെ തന്നെ ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം. അതേപോലെ തന്നെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് കോയിൻസ് നേടിയെടുക്കാൻ സാധിക്കും. നിയോഡാവോ നെക്സ്റ്റ് ക്രിപ്റ്റോ മൈനിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് ആണ്, ഒരു പ്രൊജക്റ്റ് ആണ് നിയോഡാവോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് സെയിം ലൈക്ക് യൂണിറ്റിവേഴ്സിൽ നമ്മൾ ഫോൾസ് കോയിൻ മൈനിങ് ചെയ്തതുപോലെ ഇതിനകത്ത് നമ്മൾ മൈനിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈനിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 9 ടയർ ഓഫ് ആക്ടിവേഷൻസ് ഉണ്ട്. നമുക്ക് 1ാമത്തെ ടയർ ആക്ടിവേഷൻ ചെയ്യാം, 2ാമത്തെ ടയർ ആക്ടിവേഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള ടയർ ആക്ടിവേഷനിലൂടെ നമുക്കൊരു അസസ് കീ ലഭിക്കുകയും ഈ അസസ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അസസ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മൈനിങ് പ്രോസസ്സിൽ എൻ്റർ ആവാം. എത്ര ടയർ ആക്ടിവേഷൻസ് കൂടുന്നോ അത്ര ഈസി ആയിട്ട് നമുക്ക് റീച്ച് ചെയ്യാനും നമുക്ക് കോയിൻസ് മോർ ഏൺ ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സാധ്യത ഇതിനകത്ത് കൂടുതലാണ്. അപ്പൊ മൈനിങ് നമുക്ക് ബിറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു മൈനിങ് പ്രോസസ്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിയോഡാവ എന്ന് പറയുന്ന യൂണിറ്റിവേഴ്സിൽ തന്നെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആണ്. ഇത് നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് നിങ്ങളുടെ റെഫർ ചെയ്തവരുമായിട്ട് ഇരിക്കുക. പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നുണ്ടാവും. ഇതിനകത്ത് കുറെ ക്യാഷ് റിവാർഡ്സ് അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ, ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇനിയും ലോഞ്ച് ചെയ്യാനുണ്ടല്ലോ. അതിലൊക്കെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതൊക്കെ ഉടനെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് മാക്സിമം എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് റോയൽറ്റി ഇൻകം. റോയൽറ്റി ഇൻകം എങ്ങനെയാണ് ലഭിക്കുന്നത്? റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തു. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇൻകം കിട്ടാറുള്ളൂ, പിന്നെ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമോ, ലൈഫ് ലോങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുമോ? ഞാനൊക്കെ അതിനു വേണ്ടിയിട്ടല്ല, നമ്മൾ ലൈഫ് ലോങ് വർക്ക് ചെയ്യാനല്ല, ഇതിനകത്തൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോയൽറ്റി ഇൻകം എന്ന് പറയുന്ന ലെവലാണ്. റോയൽറ്റി ഇൻകത്തിന്റെ ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ടയർ ആക്ടിവേഷൻ 3 കംപ്ലീറ്റ് ചെയ്യുകയും ബേസിക്കലി നമ്മൾ ടാക്ടൈൽ ക്ലാസിക്കിനകത്ത് ടാക്ടൈൽ ഗെയിം എഫിനകത്ത് ഒരു 5th ലെവല് സ്റ്റാർട്ട് മിനിമം നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് റോയൽറ്റി ഇൻകത്തിലേക്കുള്ള 0 NFT എന്ന് പറയുന്ന ജസ്റ്റ് NFT ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മൾ കോയിൻ ഏൺ ചെയ്യുന്നതിലൂടെയും വർക്ക് ചെയ്യുന്നതിലൂടെയും നമ്മൾ റിന്യൂവൽ നടത്തുന്നതിലൂടെ ഒക്കെ നമുക്ക് എനർജി ടോക്കൺസ് മാക്സിമം നേടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ NFT മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്തെ എനർജി ടോക്കൺസ് നമ്മൾ മാക്സിമം നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് നെക്സ്റ്റ് ലെവലായി ഇതിനകത്തെ ആക്ടിവേറ്റർ ലെവലിലേക്ക് എത്താൻ സാധിക്കും. ആക്ടിവേറ്റർ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തെ 10% ഇൻകം ആണ്. പിന്നെ സൂപ്പർവൈസർ 11%, മാനേജർ 12%, പ്രോ മാനേജർ 13% ആൻഡ്
പേസ് സെറ്റർ 14%, അംബാസിഡർ 15%, ക്ലബ് മെമ്പർ 25%. ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇൻകം കിട്ടും. എങ്ങനെയാണ് ഇൻകം കിട്ടുന്നത്? ഇതിനകത്ത് ഏകദേശം 13ഓളം പ്രോജക്റ്റുകൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലേറെ ഏകദേശം 4ഓളം പ്രോജക്റ്റുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി മെറ്റാവേഴ്സ് വരാനുണ്ട്, സ്വാപ്പ് വരാനുണ്ട്, വാലറ്റ്, ഫോഴ്സ് വാലറ്റ് വരാനുണ്ട്, അതേപോലെ തന്നെ ഫോഴ്സ് എക്സ്ചേഞ്ച് വരാനുണ്ട്, ടാക്ടൈൽ ഗുഡ്സ് ആൻഡ് മന റിയൽ എസ്റ്റേറ്റ്, ഗെയിം സോൺ, ഓവർ റീൽ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഇ കോമേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. ഈ പ്രൊജക്റ്റിൽ നിന്ന് നടക്കുന്ന എല്ലാത്തിന്റെയും ബെനിഫിറ്റ്സ് ഈ റോയൽറ്റി ഇൻകത്തിന് എലിജിബിൾ ആയുള്ളവർക്ക് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ 1 മില്യൺ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത് ഈക്വലി ഓൺ ദ സെക്കൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു 13 പ്രൊജക്ടുകളും റൺ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എത്ര ഇൻകം ഈ റോയൽറ്റി ഇൻകത്തിലൂടെ മാത്രം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയാണ് നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് എല്ലാ മേഖലയിലും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ബിനാൻസ്, ദ വേൾഡിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിൽ ഈ മെറ്റാവേഴ്സിന്റെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും അത് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, ഗൂഗിളിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് കമന്റ്സ് അതിനകത്ത് വന്നു കഴിഞ്ഞു. യാഹൂ ഫിനാൻസിൽ മെറ്റാഫോഴ്സ് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട്, മെറ്റാവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്രിപ്റ്റോ ന്യൂസിൽ പറയുന്നുണ്ട് മെറ്റാഫോഴ്സിനെ കുറിച്ചിട്ടും മെറ്റാവേഴ്സിനെ കുറിച്ചിട്ടും. മൾട്ടി മൈനിങ് ഇതിനകത്ത് നടക്കുന്ന, അതുപോലെ തന്നെ ഫോഴ്സ് കോയിൻ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട്, ഈ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് പല ന്യൂസ് മാഗസിൻസിലും ഈയിടെ ഫോബ്സ് മാഗസിനിൽ വരെ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു വാലറ്റ്, ഈ ഒരു ഓർഗനൈസേഷന്റെ മെറ്റാഫോഴ്സിന്റെ വാലറ്റ് അല്ല ഇത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിജിറ്റൽ വാലറ്റ്, ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ടോക്കൺ പോക്കറ്റോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇഷ്ടമുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു 12 ഫ്രേസസ് ഉള്ള പാസ്വേഡ് ആണ്. അത് നമ്മൾ ലൈഫ് ലോങ് സൂക്ഷിച്ചു വെക്കുക. അത് ക്ലൗഡ് ക്രിയേറ്റഡ് പാസ്വേഡ് ആണ്. അത് നമ്മൾ ലൈഫ് ലോങ് സൂക്ഷിച്ചു വെക്കുക. അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ വാലറ്റ്, ഇത് ഓർഗനൈസേഷനായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ഈ വാലറ്റ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% സെക്യൂർഡ് ആണ് ഈ വാലറ്റുകളൊക്കെ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് 2 ക്രിപ്റ്റോ കറൻസീസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡൈ സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് US ഡോളറുമായിട്ട് സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോയിനാണ്, US ഡോളറിന്റെ വാല്യൂ ആയിട്ട്. അതുകൊണ്ടാണ് ഡൈ സ്റ്റേബിൾ കോയിൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റിക് പോളിഗൺ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയും കൂടെ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഗ്യാസ് ഫീ ആയിട്ട്, ട്രാൻസാക്ഷൻ ഫീസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് പുതിയത് വന്നിരിക്കുന്ന ഓരോരുത്തരും ആൾക്കോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇന്ന് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഇത് ഏതെങ്കിലും വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളെ റെഫർ ചെയ്തവരായിട്ട് ഇരുന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഇതിനകത്തെ ബ്ലോക്ക് ചെയിൻ അവരുടെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ID ആക്ടിവേറ്റ് ചെയ്യുക. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു വലിയ നല്ല ഡിസിഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ ഒരു ഓർഗനൈസേഷന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോട്ടോയിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് 24th അവർ പോയിട്ടുണ്ട്, 29th അവർ തിരിച്ചു വരുവാണ്. ഏകദേശം 4 to 5 days ഉള്ള ഒരു ട്രിപ്പ് എംപവർ ഓർഗനൈസേഷനിലൂടെ ഇന്ന് തായ്ലാന്റിൽ അവർ എൻജോയ് ചെയ്യണം. കഴിഞ്ഞ മാസം ഡിക്ലെയർ ചെയ്ത ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. ഇന്നിതാ അവരവിടെ എൻജോയ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു പറ്റുന്നവർ ചിലപ്പോൾ അതിനകത്ത് അവിടെ നിന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വേറെ ഏത് പ്രോജക്റ്റിലും നമുക്ക് കിട്ടും. എംപവർ അതിനു വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന പുതിയ ആൾക്കാരുണ്ടാവാം, പഴയ ആൾക്കാരുണ്ടാവാം. നിങ്ങൾക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. നെക്സ്റ്റ് കമ്മിങ് എന്ന് പറയുന്നത് തായ്ലാന്റ് ട്രിപ്പ് മാറ്റി നമ്മൾ മലേഷ്യൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ജൂണിൽ 2024 മലേഷ്യൻ ട്രിപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം മലേഷ്യൻ ട്രിപ്പ് നമുക്ക് പോകാൻ സാധിക്കും. ഇന്ന് ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന, ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു സാധ്യത അച്ചീവ് ചെയ്യാൻ വളരെ ഈസിയാണ്. വളരെ ഈസിയാണ്. വേറെ ഏത് ബിസിനസ്സിൽ കിട്ടും? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വീക്കില് മലേഷ്യയിലേക്ക് പോകാൻ ചാൻസസ് ഏത് ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക? ഇതിനകത്ത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 2 ന്യൂ റെഫറൽസ്, പുതിയ 2 വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. വിത്ത് 7 സ്ലോട്ട്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ന് വിചാരിച്ചാൽ ഒരു വ്യക്തിക്ക് അത് എത്താൻ പറ്റും. നിങ്ങൾക്കൊരു 4 to 5 days ഉള്ള മലേഷ്യൻ ട്രിപ്പാണ് കിട്ടാൻ പോകുന്നത്. വിത്ത് 3 ടയർ ആക്ടിവേഷൻ കൂടെ അവർ ചെയ്യുവാണെങ്കിൽ
തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ബിസിനസിന്റെ ഇൻകം മാത്രമല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്, നല്ലൊരു ലക്ഷറി ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എംപവർ നിങ്ങളെ അതിനെ ബാക്കപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് വൺ ഡയറക്റ്റ് റെഫറലിലൂടെ നിങ്ങൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ സ്ലോട്ടിൽ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിലൂടെ സാധ്യമാവുന്നതാണ്. നിങ്ങൾ എംപവർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ നിങ്ങളെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ ഇഗ്നൈറ്റ് ഇവല്യൂഷൻ ലെവൽ 1-2 ട്രെയിനിങ്സ്, സൂം BOP ട്രെയിനിങ്സ് ആൻഡ് BOP ഫിസിക്കൽ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യും. എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ വണ്ടർഫുൾ ഫാമിലിയിലേക്ക്, എംപവർ ഇന്റർനാഷണൽ ആൻഡ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടർഫുൾ ഫാമിലിയിലേക്ക് ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളെ കൊണ്ടുവന്നവരോട്, നിങ്ങളെ റെഫർ ചെയ്തവരോട് ഒരുപാട് നന്ദി പറയുക. നമുക്ക് ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് ഒരു വലിയ സക്സസിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു അനീഷ് സാർ. എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ക്ലാപ്പ് അനീഷ് സാറിന് വേണ്ടി കൊടുക്കാം നമുക്ക്.